10 വർഷമായി BJP അടക്കി വാഴുന്ന ഹരിയാന. ആ ഹരിയാനയിൽ ഒക്ടോബർ 1 തീയതി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോവുകയാണ്. 10 വർഷമായി തങ്ങളുടെ ഉരുക്കുകോട്ടയായി കൊണ്ടു നടന്ന ഹരിയാനയിൽ BJP മൂന്നാം തവണയും അധികാരത്തിൽ എത്തുമോ എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു ചോദ്യം തന്നെയാണ്. കേന്ദ്രത്തിൽ 10 വർഷം അടുപ്പിച്ച BJP ഭരിച്ചിട്ട് 15ാം വർഷം പൂർത്തീകരിക്കുവാൻ പോകുന്ന വേളയിൽ, അല്ലെങ്കിൽ മൂന്നാം തവണ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയ BJPയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ NDAയെ സംബന്ധിച്ച് ഹരിയാനയിൽ മൂന്നാം തവണയും അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസം ഏറെയാണെങ്കിൽ പോലും അവിടെ നിന്ന് വരുന്ന സർവേ ഫലങ്ങൾ ഞെട്ടിക്കുന്നത് തന്നെയാണ്. ഇത്തവണ ഹരിയാന തിരിച്ചു പിടിക്കുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉള്ളത്, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യമുള്ളത്. എന്നാൽ വികസനങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള BJPയുടെ അല്ലെങ്കിൽ NDAയുടെ ചർച്ചകൾ ജനങ്ങൾക്കിടയിൽ സജീവമാകുമ്പോൾ ഹരിയാനയിൽ കോൺഗ്രസ് മുൻപോട്ട് വയ്ക്കുന്ന പ്രകടന പത്രികയാണ് അവരുടെ ശക്തിയും ഊർജവും. സ്ത്രീകൾക്കുള്ള ആനുകൂല്യങ്ങൾ, വൈദ്യുതിയിലുള്ള ആനുകൂല്യങ്ങൾ, മറ്റ് സൗജന്യ പദ്ധതികൾ, ഇവയെല്ലാം മുൻനിർത്തിക്കൊണ്ടുള്ള കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക കൂടി മുൻപോട്ടെത്തുമ്പോൾ താജ ഒപ്പീനിയൻ പോൾ എന്ന സർവേ ഫലം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. താജ ഒപ്പീനിയൻ പോൾ ഓരോ മണ്ഡലങ്ങളിലെയും 10,000-ൽ പരം സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സർവേ ഫലമാണ്. സ്വാഭാവികമായും താജ ഒപ്പീനിയൻ പോളിൻ്റെ സർവേ ഫലം പുറത്തു വരുമ്പോൾ അത് ആർക്ക് അനുകൂലമായിട്ടാകും എന്നത് വലിയ ആകാംക്ഷ ഉളവാക്കുന്ന ഒന്ന് തന്നെയാണ്. ഇന്ത്യ സഖ്യം 10 വർഷത്തെ ഭരണം തിരിച്ചു പിടിക്കുമോ, അല്ല ഇന്ത്യ സഖ്യം അട്ടിമറി വിജയം നേടുമോ എന്നുള്ളതെല്ലാം സർവേ ഫലത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പരിശോധിക്കാം. താജ ഒപ്പീനിയൻ പോൾ ജില്ലാടിസ്ഥാനത്തിലാണ് ഈ ഒപ്പീനിയൻ പോളിൻ്റെ സർവേ ഫലം പുറത്തുവിട്ടിരിക്കുന്നത്. ആദ്യം മഹേന്ദ്രഗഡ് ജില്ലയിൽ ആകെയുള്ളത് 4 നിയമസഭാ മണ്ഡലങ്ങളാണ്. അതിൽ 2 NDA വിജയിക്കും, 2 ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നാണ് സർവേ ഫലം പറയുന്നത്. അടുത്തത് സിർസ ജില്ലയാണ്. സിർസ ജില്ലയിൽ ആകെയുള്ളത് 5 നിയമസഭാ മണ്ഡലങ്ങൾ. ആ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 ഇന്ത്യ സഖ്യം, 1 NDA, 2 INLD. ഈ 3 പാർട്ടികളാണ് ഹരിയാനയിൽ ശക്തമായ പോരാട്ടത്തിന് മുന്നിലുള്ളത്. ഒന്ന് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം, മറ്റൊന്ന് BJP നേതൃത്വം നൽകുന്ന NDA, മറ്റൊന്ന് INLD. അതിൽ INLD സിറാസിൽ 2 സീറ്റുകൾ നേടും, ഇന്ത്യ സഖ്യം 2 സീറ്റ്, NDA 1. അവിടെ NDAയേക്കാൾ കൂടുതൽ സീറ്റ് INLD നേടുമെന്നാണ് സർവേ ഫലം പറയുന്നത്. എന്നാൽ ഇന്ത്യ സഖ്യവുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടവും അവർ നടത്തുന്നു. ഹിസാർ ജില്ലയിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ NDA 2 സീറ്റുകളിൽ വിജയിക്കും, ഇന്ത്യ സഖ്യം 2 സീറ്റുകളിൽ വിജയിക്കും, INLD 3 സീറ്റുകളിൽ വിജയിക്കും. ഹിസാറിൽ ഭരണപ്രതിപക്ഷ പാർട്ടികളെക്കാൾ കൂടുതൽ സ്വാധീനമുള്ളത് INLDക്കാണ്. INLD അവിടെ 3 സീറ്റുകൾ നേടിക്കൊണ്ട് നേരിയ ഭൂരിപക്ഷം കൈവരിക്കുമെന്ന് സർവേ ഫലം വ്യക്തമാക്കുന്നു. റോഹ്താക്കിൽ ഏകപക്ഷീയമായ വിജയം ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാകുമെന്നാണ് സർവേ ഫലം പറയുന്നത്. ആകെയുള്ളത് 4 നിയമസഭാ മണ്ഡലങ്ങൾ. ആ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 ഇന്ത്യ സഖ്യം തന്നെ വിജയിക്കുമെന്ന് റോഹ്തക് വ്യക്തമാക്കുന്നു. ജജാറിലും അതേ അവസ്ഥ തന്നെയാണ്. ആകെയുള്ളത് 4 നിയമസഭാ മണ്ഡലങ്ങൾ. ആ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 വിജയിക്കുവാൻ പോകുന്നത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം തന്നെ. മറ്റൊന്ന് ഭിവാനിയാണ്. ഭിവാനിയിൽ ആകെയുള്ളത് 4 നിയമസഭാ മണ്ഡലങ്ങൾ തന്നെയാണ്. അതിൽ 3 ഇന്ത്യ സഖ്യം വിജയിക്കുമ്പോൾ 1 മാത്രം NDA വിജയിക്കുമെന്ന സർവേ ഫലം വ്യക്തമാക്കുന്നു. അതായത് വലിയ മുന്നേറ്റമാണ് ഭിവാനിയിൽ ഉണ്ടാകുവാൻ പോകുന്നത്. ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് സർവേ ഫലം വ്യക്തമാക്കുന്നു. ദാദ്രിയിലും ആകെയുള്ളത് 2 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെയും ഇന്ത്യ സഖ്യം തന്നെ ഏകപക്ഷീയമായ വിജയം ഉണ്ടാക്കുമെന്ന് സർവേ ഫലം പറയുന്നു. 2 ഇന്ത്യ സഖ്യം തന്നെ വിജയിക്കും. അതായത് റോഹ്താക്കിലും ജജാറിലും ദാദ്രിയിലുമൊക്കെ കോൺഗ്രസിൻ്റെ, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ ഏകപക്ഷീയമായ വൻവൻ വിജയം ഉണ്ടാകുമെന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. മെബാഡിലുള്ളത് ആകെ 3 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ 2 ഇന്ത്യ സഖ്യം, 1 INLD. NDAക്ക് അവിടെ സീറ്റുകൾ നേടുവാൻ സാധിക്കില്ല എന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. മറ്റൊരു ജില്ല ഫരീദാബാദാണ്. ഫരീദാബാദിൽ ആകെയുള്ളത് 6 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ 2 ഇന്ത്യ സഖ്യം, 3 ഇന്ത്യ സഖ്യം, 1 മറ്റുള്ളവർ. INLDക്ക് അവിടെ സീറ്റുകൾ നേടുവാൻ സാധിക്കില്ല. INLDക്ക് സീറ്റുകൾ നേടുവാൻ കഴിയാത്ത ഫരീദാബാദിൽ മറ്റുള്ളവർ 1 സീറ്റ് നേടും. അങ്ങനെ വരുമ്പോൾ 6 2 NDA, 3 ഇന്ത്യ സഖ്യം, 1 മറ്റുള്ളവർ. ഗുഡ്ഗാവിൽ ആകെയുള്ളത് 4 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ 3 NDA, 1 ഇന്ത്യ സഖ്യം വിജയിക്കും. രവാരിയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ 1 NDA, 2 ഇന്ത്യ സഖ്യം. പൽവാളിൽ ആകെയുള്ളത് 3 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ 1 NDA സഖ്യം വിജയിക്കും, 2 ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നാണ് താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലം വ്യക്തമാക്കുന്നത്. യമുന നഗറിൽ ഇഞ്ചോടിഞ്ച പോരാട്ടമാണ് എന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. ആകെയുള്ള 4 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 ഇന്ത്യ സഖ്യം, 2 NDA.
അംബാലയിലെ സ്ഥിതി BJPക്ക് അനുകൂലമാണ്. അംബാലയിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ 3ഇടത്തും NDA വിജയിക്കും, ഒരിടത്ത് മാത്രം ഇന്ത്യ സഖ്യം വിജയിക്കുമെന്ന് സർവേ ഫലം വ്യക്തമാക്കുന്നു. പഞ്ച്കുലയിലെ 2 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ഇടത്തും ഇന്ത്യ സഖ്യം വിജയിക്കും. അവിടെയും ഏകപക്ഷീയമായ വിജയമാണ് ഇന്ത്യ സഖ്യം കൈവരിക്കുവാൻ പോകുന്നതെന്ന് സർവേ ഫലം പറയുന്നു. കുരുക്ഷേത്ര ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് ഹരിയാനയിലെ കുരുക്ഷേത്ര. ആ കുരുക്ഷേത്രയിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ഇടത്ത് ഇന്ത്യ സഖ്യം വിജയിക്കും, 2ഇടത്ത് NDA വിജയിക്കും. കൈതാലിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ 4ഇടത്തും ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നാണ് സർവേ ഫലം പറയുന്നത്. ഫത്തേഹാബാദിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലും 3ഇടത്ത് ഇന്ത്യ സഖ്യം തന്നെ വിജയിക്കുമെന്ന് സർവേ ഫലം വ്യക്തമാക്കുന്നു. ജിന്ദ് ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങൾ, അവിടെ ഒരിടത്ത് NDA സഖ്യം, 2ഇടത്ത് ഇന്ത്യ സഖ്യം, INLD ഒരിടത്ത്, മറ്റുള്ളവർ ഒരിടത്ത്. ഇങ്ങനെയാണ് കണക്കുകൾ പോകുന്നത്. ജിന്ദിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരിടത്ത് NDA, INLD ഒരിടത്ത്, മറ്റുള്ളവർ ഒരിടത്ത്. അവിടെ NDAയും മറ്റുള്ളവരും INLDയും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുമ്പോൾ നേരിയ ഭൂരിപക്ഷത്തിൽ ഇന്ത്യ സഖ്യം 2 സീറ്റുകളിൽ വിജയിക്കുമെന്നാണ് സർവേ ഫലം പറയുന്നത്. സോനിപ്പത്തിലെ 6 നിയമസഭാ മണ്ഡലങ്ങളിൽ മൃഗീയ ഭൂരിപക്ഷമാണ് ഇന്ത്യ സഖ്യം നേടുന്നത്. ഒരിടത്ത് NDA വിജയിക്കുമ്പോൾ 5ഇടത്താണ് ഇന്ത്യ സഖ്യം സീറ്റുകൾ വാരിക്കൂട്ടുവാൻ പോകുന്നത്. പാനിപ്പത്തിൽ പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടം. പാനിപ്പത്തിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ഇടത്ത് NDA സഖ്യം, 2ഇടത്ത് ഇന്ത്യ സഖ്യം വിജയിക്കും. കർണാലിൽ 5 നിയമസഭാ മണ്ഡലങ്ങൾ, അവിടെ 2ഇടത്ത് NDA സഖ്യം വിജയിക്കും, 3ഇടത്ത് ഇന്ത്യ സഖ്യം വിജയിക്കും. അതായത് ആകെ ഹരിയാന ജില്ലകളിലെ ആകെ 90 നിയമസഭാ മണ്ഡലങ്ങളിൽ NDA നേടുവാൻ പോകുന്നത് 28 സീറ്റുകൾ. ഇന്ത്യ സഖ്യം അതിലും ഇരട്ടി 53 സീറ്റുകൾ. INLD 7 സീറ്റുകൾ, മറ്റുള്ളവർ 2 സീറ്റ്. അതായത് മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ഹരിയാന നിയമസഭാ മണ്ഡലത്തിൽ വൻ മുന്നേറ്റം ഇന്ത്യ സഖ്യം ഉണ്ടാക്കുമെന്നാണ് താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലം വ്യക്തമാക്കുന്നത്. എന്നാൽ സർവേ ഫലങ്ങളിലൊന്നുമല്ല വിജയം. അതിനേക്കാൾ അപ്പുറത്തേക്ക് വലിയ പോരാട്ടം NDA നടത്തും. 10 വർഷം നടത്തിയ വികസനങ്ങൾ, കേന്ദ്ര സർക്കാരിൻ്റെ വികസനങ്ങൾ, ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന മുദ്രാവാക്യത്തെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് 3ാം തവണയും കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതുപോലെ ഹരിയാനയിൽ അധികാരത്തിലെത്തുമെന്നാണ് NDA പറയുന്നത്. എന്നാൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ശക്തി തങ്ങളുടെ പ്രകടന പത്രികയും ഒപ്പം നാളിതുവരെ പ്രതിപക്ഷം മുൻപോട്ട് കൊണ്ടുവന്നിട്ടുള്ള പ്രതിപക്ഷ പോരാട്ടങ്ങളുമാണ്. കാത്തിരുന്ന് കാണണം വരാൻ പോകുന്ന ഒക്ടോബർ 1 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാന ആർക്കൊപ്പം ശബ്ദമുയർത്തുമെന്ന്.